ഹലോ. എടി ഞാൻ പുറത്തുണ്ട്. നമ്മൾ രണ്ടുപേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷേ നീ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് വരാൻ നോക്കുക. സുജിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അവൻ പുറത്തു വന്നിട്ടുണ്ടാവും. ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാവേ. കുഴപ്പമൊന്നുമില്ലല്ലോ, പോയിട്ട് വരാൻ വരാം കേട്ടോ. തെറ്റാ. നീ നോക്ക്, സ്വിച്ച് തന്നെ ഫോളോ ബാക്ക് ചെയ്തു. ഇപ്പൊ എടി മോളെ മെസ്സേജ് അയക്ക. എന്തെന്ന്? ചേട്ടൻ എൻ്റെ ക്രഷാണ്, ഡേറ്റിങ്ങിന് വാന്നൊക്കെയാ? അല്ല, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്ക്. അതെല്ലാ പെൺപിള്ളേരും അയക്കുന്നതല്ലേ, ഞാൻ കാട്ടുകൂടിയാന്ന് വിചാരിക്കും. എടി പോയാ ഒരു മെസ്സേജ് കിട്ടിയ ഒരു കോൺവെർസേഷൻ ഏതാ നല്ലത്? മെസ്സേജ് അയക്ക്. വേണ്ടടി, ശരിയാവില്ല. അയക്കടി. ഭയങ്കര മോശമാടി, വേണ്ടടി. അയ്യോ അയക്കല്ലേ. അയച്ച്. കൂൾ ഡൗൺ ബേബി, കൂൾ ഡൗൺ. എന്നാ ഫോൺ വിളിച്ചോ. റിപ്ലൈ വരും, പേടിക്കണ്ട. എന്ത് ഭംഗിയായിരുന്നല്ലേ ചേച്ചിനെ കാണാൻ. എന്ത് സുന്ദരിയാണ്. സാരി എടുത്ത് വന്നേ കണ്ടിട്ടില്ലായിരുന്നോ? സുന്ദരിയായിട്ടുണ്ടല്ലോ. എടി, എനിക്ക് ടെൻഷനായിട്ട് പോയോ. എന്നത്തിനാ? ഫസ്റ്റ് ടൈമല്ലേ കാണുന്നത്. അതിനിപ്പോ എന്താ, നീ പോയിട്ട് വാ, ചില്ലായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്നത്തിനാ വരുന്നേ? ഞാനൊന്നുമില്ല. എടി, ഒരു ഇമോഷണൽ സപ്പോർട്ടിന് നിങ്ങളുടെ ഇടയിലേക്ക് ഇമോഷണൽ സപ്പോർട്ടിന് ഒന്ന് പോയേ. നീ വന്നേ, ഡ്രസ്സ് മാറിക്ക് വന്നേ. കുറെ നേരമായി വിളിക്കണം. ഇടി, എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചിട്ട് പോയോ. ഒരു സീനും ഇല്ല. നീ പോന്നു, പറയുന്നു, തിരിച്ചു വരുന്നു. സെറ്റ്. പൊക്കോ. പോട്ടെ. പോ. How was your day? കൊള്ളായിരുന്നു. നല്ല ക്ഷീണം. പോയി കിടക്കട്ടെ. എനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? പാതിരാത്രി. നീ റെഡിയായില്ലേ? ഞാൻ വരുന്നില്ല, നീ പൊക്കോ. നമ്മൾ മൂന്നേരം നേരത്തെ പ്ലാൻ ചെയ്തല്ലേ പോകാൻ വേണ്ടി? ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. എന്ത് പറ്റി? ഒന്നുമില്ല, നിങ്ങൾ പൊക്കോളാൻ. എന്താണ് കാര്യം പറഞ്ഞേ? ഞാൻ ഇനി വന്നിട്ട് വേണം എന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നോക്കാനല്ലേ? മനസ്സിലായില്ല. നീ ഇന്നലെ എവിടാ പോയേ? സിനിമ കാണാനല്ലേ? നീ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞേ? നീ ജസ്റ്റ് പുറത്തു വന്നല്ലേ? ഞാൻ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് വാ തുറന്നങ്ങ് പറഞ്ഞാൽ പോരെ? എടി, അതങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ഞാൻ ഒന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. എടി, നീ ഞാൻ പറഞ്ഞ കേട്ടിട്ട് പോയാൽ മതി. എടി, നീ എൻ്റെ കൂടെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനല്ലേ എടി നിന്നെ വിളിച്ചുകൊണ്ട് പോവാറ്. പക്ഷെ ഒരു പോയിന്റിലെത്തിയപ്പോൾ അവൻ തന്നെ പറഞ്ഞു, നമുക്കധികം പേഴ്സണൽ സ്പേസ് ഇല്ല, പേഴ്സണൽ ടൈം ഇല്ല. അപ്പോഴാണ് ഞാനും അത് റിയലൈസ് ചെയ്യുന്നത്, ഞാൻ അവനത്ര ടൈം കൊടുക്കാറില്ല. അപ്പോൾ എനിക്ക് റിഗ്രറ്റ് അടിച്ച് തുടങ്ങി. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മളൊരു ടൈം കൊടുക്കണമല്ലോ, ഒരു മിനിമം ടൈം. പക്ഷെ അതുപോലെ ഞാനവന് കൊടുത്തിരുന്നില്ല. എനിക്ക് എത്രത്തോളം ടൈം ഞാൻ തരുന്നു അത്രത്തോളം ടൈം ഞാൻ അവനും കൊടുക്കണമായിരുന്നു. അവനത് ഡിസേർവ് ചെയ്യുന്നില്ല. എടി, എനിക്ക് നീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് സുജിത്തും. അതുകൊണ്ടാണ് അന്ന് സിനിമയ്ക്ക് പോയപ്പോൾ നിന്നോട് പറയാതെ പോയത്. അതൊരിക്കലും നിന്നെ അവോയ്ഡ് ചെയ്തതല്ല. എടി, നിനക്കിത് എൻ്റെ അടുത്ത് പറഞ്ഞൂടെ? എനിക്ക് മനസ്സിലാവില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടി, എനിക്കിതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിന്നോട് എങ്ങനെ തുടങ്ങും, നീ എങ്ങനെ ഇത് മനസ്സിലാക്കും, ഏത് രീതിയിൽ മനസ്സിലാക്കും, ഇതൊരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. എടി, നിനക്ക് ഇതുകൂടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ 6 കൊല്ലമായിട്ട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളേ? ശരിയാ, സാരില്ല, നമുക്ക് പോയാലോ? പോകാം. പക്ഷെ എനിക്കെന്ത് വാങ്ങിത്തരും? ഒരു ബർഗറായാലും കൂടെ ഒരു ഷേക്ക്. ഇന്ന് നമുക്ക് 49 രൂപയുടെ കടയിൽ പോകുന്നതിനെ കുറിച്ച് പോങ്ങട്.